ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു അപ്പാർട്ട്മെൻറ്റ് പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ പുറത്തോട്ട് പോകുമ്പം ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഔട്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എങ്ങനെയാണ് ടേൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒരുവിധം വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ ആദ്യം റൈറ്റിലേക്ക് എടുത്തിട്ട് കുറച്ച് ദൂരം പോയിട്ട് വേണം പിന്നെ ലെഫ്റ്റിലേക്ക് ഓടിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ സൈഡ് ആ ഭിത്തിയിൽ ഒരഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇത് ഒരുപാട് വണ്ടികളിൽ ഒരേന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓടിക്കാൻ അറിയാത്ത പല ആൾക്കാരും ഇങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് പാർക്കിങ്ങിനകത്തേക്ക് ആ ഫ്രണ്ടിൽ പാർക്കിംഗ് സെക്യൂരിറ്റി പറയുന്നതനുസരിച്ച് ഉള്ളിലേക്ക് വരാറുണ്ട്. അങ്ങനെ വന്ന് കഴിയുമ്പം അവർക്ക് അറിയുന്നില്ല അതെങ്ങനെയാണ് ഇവിടുന്ന് തിരിച്ചു പോകേണ്ടതെന്നുള്ള കാര്യം. എങ്ങനെയെങ്കിലും തട്ടിമുട്ടിയതിനകത്ത് വരും, പിന്നെ അത് കഴിഞ്ഞ് അവർക്ക് പോകാനായിട്ട് അറിയില്ല. അങ്ങനെ പോകാൻ അറിയാതെ തട്ടിയിട്ട് വണ്ടി സ്ക്രാച്ച് ആക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരും ഇതുപോലെ വണ്ടി തട്ടി സ്ക്രാച്ച് ആക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിൻ്റെ സെൻറ്ററിലൂടെയാണ് പോകുന്നത്. ഈ ചെറിയ വണ്ടികളാണെങ്കിൽ സെൻറ്ററിലൂടെ പോയി കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കയറിയതിന് ശേഷം ലെഫ്റ്റിലേക്ക് ഓടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ വാഹനമാണെങ്കിൽ കുറച്ച് ദൂരം റൈറ്റിലേക്കൊന്ന് കയറി ലെഫ്റ്റിലേക്ക് ഓടിച്ച് കയറിയാൽ മാത്രമേ ഇവിടം കടന്നു പോരുള്ളൂ, അല്ലെങ്കിൽ വണ്ടി സൈഡ് തട്ടും. അതുപോലെ തന്നെ അടുത്ത വരുന്ന ഈ ഒരു പൊസിഷനിലാണ് കൂടുതൽ വണ്ടികളും തട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ലൈവായി കണ്ടിട്ടുണ്ട് തട്ടുന്നത്, അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. അപ്പോൾ ഇവിടെയും അതുപോലെ റൈറ്റിലേക്ക് ഓടിച്ച് ലെഫ്റ്റിലേക്ക് ഓടിക്കണം വലിയ വാഹനങ്ങളാകുമ്പോൾ, നീളം കൂടിയ വാഹനങ്ങളാകുമ്പോൾ. ചെറിയ വാഹനങ്ങളാണെങ്കിൽ അതിന് സെൻറ്ററിലൂടെ പോയി സ്ട്രൈറ്റായി കയറി ചെന്ന് ഫുള്ളായി ഓടിച്ച് കഴിഞ്ഞ് ഞാൻ വണ്ടി തട്ടാതെ മുട്ടാതെയും കടന്നു പോകുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടി ഈ വീഡിയോ ഒന്ന് ബാക്ക്വേഡ് അടിച്ച് ഒന്നുകൂടി കാണാനായിട്ട് ശ്രമിക്കുക. കണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിയതിന് ശേഷം വണ്ടിയുമായി ഇതുപോലെ ഉള്ള അപ്പാർട്ട്മെൻറ്റ് പാർക്കിങ്ങിലേക്ക് ഇറക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.